നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മെഴ്സിഡസ് ബെൻസും അതേപോലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കൂടി നടത്തുന്ന ഒരു അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് മെക്കാട്രോണിക്സ് എന്ന ഒരു ഡിപ്ലോമ പ്രോഗ്രാം, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഡിപ്ലോമ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. മികച്ച ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങളത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ കോഴ്സിന്റെ 16ാമത്തെ ബാച്ചാണ് ഇപ്പോൾ ഈ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടത്തുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അവിടെ വെബ്സൈറ്റായ www.gcbh.ac.in എന്ന സൈറ്റിലെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്. ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. adam@gcbh.ac.in എന്നുള്ള ഇമെയിൽ ഐ ഡി നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഈ കോഴ്സിന്റെ പേര് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് മെക്കാട്രോണിക്സ് എന്നുള്ളതാണ്. 2025-26 വർഷത്തേക്കുള്ളതാണ് ഷെഡ്യൂൾ പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ 2025 മാർച്ച് 28 മുതൽ ഏപ്രിൽ 28 വരെ സമർപ്പിക്കാൻ കഴിയും. ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, അതിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. ആ റിട്ടേൺ ടെസ്റ്റ് 2025 മെയ് 17 നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം മെയ് 20 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതിനുശേഷം ജൂൺ 11 ക്ലാസ് ആരംഭിക്കുകയും ചെയ്യത്തക്ക രീതിയിലാണ് ഈ കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോഴ്സിന്റെ പേര് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് മെക്കാട്രോണിക്സ് എന്നുള്ള ഒരു സോഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള അവരുടെ മെഴ്സിഡസ് ബെൻസിന്റെ ഒരു പ്രോഗ്രാമായിട്ട് കൊളാബറേറ്റീവ് പ്രോഗ്രാമാണിത്. ഡ്യൂറേഷനും ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോഴ്സിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സിന്റെ ഫീസ് എന്നുള്ള 85,000 രൂപയാണ്. അതുകൂടാതെ 1000 രൂപ PTA ഫണ്ടായിട്ടും കൂടി നമ്മൾ നൽകണം. അഡ്മിഷന്റെ സമയത്ത് തന്നെ മുഴുവൻ ഫീസും നൽകണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആഡം കോഴ്സിന്റെ ഈ അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സിന്റെ 16ാമത്തെ ബാച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അതാണ് 2025 ജൂൺ 11 ആരംഭിക്കാനായിട്ട് പോകുന്നത്. കോഴ്സിന്റെ എയിം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓട്ടോമോട്ടീവ് ടെക്നോളജി, അതിലെ എല്ലാം വേൾഡ് ക്ലാസ് ആയിട്ട് ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. മൾട്ടി ഡിസിപ്ലിനറി കോമ്പിറ്റൻസി എഞ്ചിനീയേഴ്സിനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുക, കണ്ടംപററി ആയിട്ടുള്ള ഓട്ടോമോട്ടീവ് ടെക്നോളജിയെ കുറിച്ച് എല്ലാ അറിവുകളൊക്കെ നേടുക എന്ന രീതിയിൽ, അതോടൊപ്പം സോഫ്റ്റ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഉദ്ദേശത്തോടെയാണ് ഈ കോഴ്സ് നടത്തുക. അപ്പോൾ ഈ കോഴ്സ് അവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാറിന്റെ എല്ലാ പാർട്സും റിമൂവ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളിന് കഴിയും. അതുപോലെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് പോലുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ മെഷർ ചെയ്യാൻ, കാറിൽ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ മെഷർ ചെയ്യാൻ കഴിവുണ്ടാവും. അതുപോലെ പ്രഷർ ഡെലിവറി ഇൻസ്പെക്ഷൻ, അതുപോലെ മെയിൻ്റനൻസ് ഓഫ് കാർ, അതെല്ലാം കാര്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഈ കാറിന്റെ വയറിംഗ് ഡയഗ്രാംസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. മോഡേൺ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിനെ കുറിച്ച് പരിചയപ്പെടാൻ പറ്റും. അതേപോലെ കാറിന്റെ ഒക്കെ വിവിധ ഫോൾട്ട് മനസ്സിലാക്കാൻ, എങ്ങനെ റെക്ടിഫൈ ചെയ്യാനൊക്കെ പഠിക്കാനായിട്ട് പറ്റും. നല്ല കസ്റ്റമേഴ്സുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനിലൊക്കെ ഡെവലപ്പ്, അങ്ങനെ ഇതിലുള്ള മികച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് നല്ല പ്ലേസ്മെന്റ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടെ ശ്രദ്ധിക്കുക. കോഴ്സിന്റെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ മൊഡ്യൂൾ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മൊഡ്യൂൾ, സിസ്റ്റം മൊഡ്യൂൾ, വർക്ക്ഷോപ്പ് മൊഡ്യൂൾ ആൻഡ് സോഫ്റ്റ് സ്കിൽസ്, അങ്ങനെ 5 പാർട്ടായിട്ടാണ് അതിന്റെ കോഴ്സ് അവർ പ്ലാൻ ചെയ്തത്. മെക്കാനിക്കൽ മൊഡ്യൂൾ അത് കോളേജിലും, അതുപോലെ ഇലക്ട്രിക്കൽ മൊഡ്യൂൾ കോളേജിലും വരേണ്ട 5.5 5.5 മാസത്തോളം ആ കോഴ്സ് ഉണ്ടാവും. പിന്നെ ഇന്റർവ്യൂ എക്സാമും CMD സർട്ടിഫിക്കേഷനും, സിസ്റ്റം മൊഡ്യൂളും കോളേജും, അതും പിന്നെ ഫൈനൽ എക്സാം, അങ്ങനെയാണ്. അത് 5 മാസത്തോളം നിൽക്കും. പിന്നെ അതിനുശേഷം വർക്ക്ഷോപ്പ് മൊഡ്യൂൾ 12ഉം 26 ദിവസം 2 ഭാഗത്തെ വർക്ക്ഷോപ്പ് മൊഡ്യൂൾ ഉണ്ടാവും. ട്രെയിനിങ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ മോഡിലാണ്, നേരിട്ടാണ് ട്രെയിനിങ് എല്ലാം, ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതോടൊപ്പം പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടെസ്റ്റുകളെ, ഗ്രൂപ്പ് ഡിസ്കഷനെ, പ്രസന്റേഷൻ ഒക്കെയുള്ള ട്രെയിനിങ്സും ഇതോടൊപ്പം നമുക്ക് ലഭിക്കും. ഒരു ബാച്ചിന് 20 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. എലിജിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഇനി പറയുന്ന സബ്ജക്റ്റുകളിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ്, അപ്ലൈ ഇലക്ട്രോണിക്സ് ആൻഡ് അങ്ങനെയുള്ള ഈ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ഏതെങ്കിലും ഒന്നിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദം, അല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് കോഴ്സ് നടക്കുക. അവരുടെ വെബ്സൈറ്റ് www.gcbh.ac.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കുമ്പം ഒരു ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് 500 രൂപ കൂടെ സമർപ്പിക്കണം. അത് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. SC/ST കാൻഡിഡേറ്റ്സ് ആണ് 250 രൂപ മതിയാവും. അതുപോലെ പ്രിൻസിപ്പൽ ആൻഡ് കോഴ്സ് കോർഡിനേറ്റർ ആഡം കോഴ്സ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ എന്ന അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ IFSC കോഡും കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ 500 രൂപ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾ നിർബന്ധമായും
അപ്ലോഡ് ചെയ്യണം. അതില്ലാത്തവരെ ഇതിലേക്ക് റിട്ടേൺ ടെസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യത്തില്ല. അഡ്മിഷന് ആദ്യം റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും, അതിനുശേഷം ഇന്റർവ്യൂവിന്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. അതിൽ ഈ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മഞ്ചൂരിലുള്ള ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വെച്ചായിരിക്കും നടത്തുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. 125 മാർക്കിന്റെ പരീക്ഷയിൽ ബേസിക് ഓട്ടോമോട്ടീവ് 20 മാർക്ക്, ബേസിക് ഫിസിക്സ് 20 മാർക്ക്, അനലിറ്റിക്കൽ റീസണിംഗ് 20 മാർക്ക്, ന്യൂമറിക്കൽ അബിലിറ്റി 20 മാർക്ക്, സർവീസ് സർട്ടിഫിക്കറ്റ് 20 മാർക്ക്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തോഗ്രാഫിക് പ്രോജക്ട്സ് ഒക്കെ വരയ്ക്കാനുള്ള 25 മാർക്ക്. അത്രയും ആയിരിക്കും 125 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. അഡ്മിഷൻ പ്രോസസ് ഞാൻ പറഞ്ഞു 28-ാം തീയതി 2025 മാർച്ച് 28 മുതൽ ഏപ്രിൽ 28 വരെ അപേക്ഷിക്കാൻ കഴിയും. റിട്ടേൺ എക്സാമിനേഷൻ മെയ് 17-ാം തീയതി ആയിരിക്കും. മെയ് 20-ാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആദ്യത്തെ അഡ്മിഷൻ ജൂൺ 2-ാം തീയതി നടത്തും. രണ്ടാമത് വെയിറ്റിംഗ് ലിസ്റ്റ് സെക്കൻഡ് റൗണ്ട് അഡ്മിഷൻ ജൂൺ 6-ാം തീയതി നടത്തിയിട്ട് ജൂൺ 11 തന്നെ ഈ അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാം ആരംഭിക്കും എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് ഒരു ബാച്ചിൽ 20 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രിക്റ്റ് ആയിട്ടും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശന നടപടികൾ എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ ഫീസ് നിങ്ങൾ സെലക്ഷൻ ലഭിക്കുന്നവർ അന്നേരം തന്നെ ഫീസ് കൊടുക്കേണ്ടതായിരിക്കും. അത് പ്രത്യേകം ഓർത്തിരിക്കുക. നിർബന്ധമായും ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ മുഴുവൻ ഫീസും കോഷൻ ഡിപ്പോസിറ്റും നൽകേണ്ടതായിട്ടുണ്ട്. അപ്പം മികച്ച ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കോ തീർച്ചയായും ഓട്ടോമോട്ടീവ് രംഗത്ത് മികച്ച ഒരു തൊഴിലവസരം ലഭിക്കാനായിട്ട് ഈ അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാം ഇൻ ഓട്ടോമോട്ടീവ് മെക്കാട്രോണിക്സ് ആഡം എന്നുള്ള ഈ കോഴ്സ് പ്രയോജനം ചെയ്യുന്ന കാര്യം സംശയമില്ല. അപ്പോൾ ഈ അവസരം താല്പര്യമുള്ളവർ പരമാവധി ബലപ്പെടുത്തുക. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.